വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ബിനിൽരാജ്. സ്ഥലം എവിടെ? കരുനാഗപ്പള്ളി. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഷോപ്പ്. ബിന്ദു, കരുനാഗപ്പള്ളി. ഹായ്, നിരഞ്ജന. ഏത് ക്ലാസ്സിലാണ്? 3rd സ്റ്റാൻഡേർഡ്. സ്കൂൾ ഏതാ? ശ്രീനാരായണ. ഓക്കെ. ഗീത ബാബു. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, റിസപ്ഷനിസ്റ്റ്. ഓക്കെ. പ്രിയ, കരുനാഗപ്പള്ളി. എല്ലാവരും കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ഫാമിലി മൊത്തത്തിൽ ഇങ്ങ് ഇറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് മനസ്സിലുള്ള ആൻസർ എന്തായാലും പറയണം. ആരെ മുഖത്ത് നോക്കട്ടെ, ഒന്നും ചെയ്യേണ്ട. മനസ്സിൽ എന്താണ് ഉള്ളത് അത് പറയുക, അത്രയേ ഉള്ളൂ. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയണം. കൂടുതൽ ആൻസർ പറയുന്ന അവരാണ് വിജയ്. അറിയാവോ കുസൃതി ചോദ്യമൊക്കെ? അറിയാം, കൊച്ചു കള്ളി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആടിന് ഇഷ്ടപ്പെട്ട ഒരു മാസം ഉണ്ട്, എന്നറിയോ? ആടിന് ഇഷ്ടപ്പെട്ട ഒരു മാസമുണ്ട്. ആട് വിളിക്കുന്ന ആ ഒരു രീതിയും മാസവും കൂടി തമ്മിൽ കണക്ട് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇംഗ്ലീഷ് മാസങ്ങളും ആട് വിളിക്കുന്ന ആ ഒരു രീതി. ഫെബ്രുവരി അല്ല, പറഞ്ഞോളൂ. തെറ്റിയാലും കുഴപ്പമില്ല, അല്ല. ആഗസ്റ്റ് അല്ല, മാർച്ച് അല്ല. ഇനി എല്ലാവരും ജനുവരി തൊട്ട് പറഞ്ഞാൽ. ജൂലൈ അല്ല, സെപ്റ്റംബർ. മെയ് കറക്റ്റ്. ആട് വിളിക്കുന്നത് മെയ് എന്നും പറഞ്ഞില്ലേ? അത് മാസം കൂടി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും മെയ് കറക്റ്റ് ആൻസർ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ആദ്യമായിട്ട് ഗ്യാങ്ങിൽ നിന്ന് ഒരാൾ ആൻസർ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 2 U ഉള്ള അക്ഷരം ഏതാണ്? 2 U ഉള്ള അക്ഷരം ഏതാ? W കറക്റ്റ് ആൻസർ. Q അല്ല, W. പെട്ടെന്നും കത്തിയില്ല. അപ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന 2 പേർ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 100 ആന വന്നാലും എടുത്ത് മാറ്റാൻ പറ്റാത്തൊരു വട്ടച്ചെമ്പുണ്ട്, എന്താണെന്നറിയോ? നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സാധനം. കിണർ. ചേട്ടൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ കിണർ കറക്റ്റ് ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഓടിട്ട വീട്, പക്ഷേ എത്ര മഴ പെയ്താലും നനയും, അത് ചോരും, എന്താണ് കാര്യം? ഒരു ഓടിട്ട വീട്, പക്ഷെ എത്ര മഴ പെയ്താലും അത് ചോരും, കാരണം എന്താണ്? ഒരു ഓടിട്ട വീട്. ഒരു ഓടിട്ട വീട്. ക്വസ്റ്റ്യന് തന്നെയുണ്ട് ആൻസർ. ഒരു ഓടല്ലേ ഉള്ളൂ. ഇല്ലേ, ഏറ്റവും വലിയ പൂജ്യമാണ് അങ്ങറ്റത്ത് നിൽക്കുന്നത്, ഒന്നും മിണ്ടാതെ. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുട്ട് അറിയാമല്ലോ, കഴിക്കുന്ന പുട്ട്. വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ ഒരു കാറും തമ്മിലുള്ള ബന്ധം എന്താണ്? തള്ളെന്ന് പറഞ്ഞിട്ട് ഓക്കെ, രണ്ടും തള്ളേണ്ട ആവശ്യമുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാൾക്ക് കുളിക്കണം, വീട്ടിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ കുളിക്കും? ഉപ്പ് പായസത്തിനകത്തിടുമ്പോൾ എന്ത് സംഭവിക്കും? പായസം എന്താവും? ഉപ്പ് പായസത്തിനകത്തിടുമ്പോൾ എന്താ സംഭവിക്കുന്നേ? എന്താവും? പായസം എന്താവും? നമ്മൾ പറയില്ലേ പായസം എന്തരായി? കഞ്ഞിയല്ല, നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന ഒരു സ്ഥലമാവും. എന്താണ്? ബാത്റൂമല്ല. പണ്ട് കാലം പുഴ അല്ല, വേറൊരു കുളം. യെസ്, കറക്റ്റ് ആൻസർ. അപ്പോൾ മോള് തന്നെയാണ് ആൻസർ പറഞ്ഞു വന്നത്. ഉപ്പ് പായസത്തിനകത്ത് ഇടുമ്പോൾ പായസം കുളം. അപ്പോൾ കുളത്തിലിറങ്ങി നമ്മൾ കുളിക്കുമല്ലേ? അപ്പോൾ കൊച്ചുകുട്ടിക്ക് നമ്മളെല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. അവിടെയാണ് ക്ലാപ്പൊക്കെ വേണ്ടത്. ഈ പ്രായത്തിലൊക്കെ ആൻസർ പറയുന്നത് വെച്ചാൽ ഭയങ്കര കാര്യം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8 കാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ അന്ന് എന്ത് വിളിക്കും? 7 കാലിയല്ല, 6 കാലിയല്ല. 8 കാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ അതിന് എന്ത് വിളിക്കും? തത്തൂല. അപ്പൊ എൻ്റെ പേര് അനുശ്രീ എന്നാണ്. എനിക്ക് 2 കാലുണ്ട്, പക്ഷെ എൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ എന്നെ എന്ത് വിളിക്കും? 8 കാലി തന്നെ വിളിക്കും. അതല്ലേ ആൻസർ? മോൾ ആൻസർ പറയാനാണ് ഞാൻ ഇത്രയും വലിയ ക്ലൂ കൊടുത്തത്. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാമായണത്തിൻ്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? അല്ല, രാമായണത്തിൻ്റെ നടുവിൽ കാണുന്ന സ്ത്രീ സ്ത്രീ ആരാണ്? സ്ത്രീയുടെ പേരാണ്.
ചോദിച്ചത്. ഇപ്പൊ ആൻസർ അവിടെ നിന്ന് കിട്ടും. മാ പറഞ്ഞ് ഒരക്ഷരം കൂടെ ഉള്ളു. മായ കറക്റ്റ് ആൻസർ. അപ്പോൾ 4 ക്വസ്റ്റിൻ്റെ ആൻസർ ആയി ഇവിടെ. മായണം, അതിൻ്റെ മായ നടുവിൽ കാണുന്ന മറാത്തി ഭാഷയിൽ ചൊല്ല. ഓക്കെ. ഹേ ദേവാ വാസവാഹമാല സോഡാന കഹിഹമാല നാവിക തോമി ഭവ സാഗരസ്തേ താരതീലോ പ്രഭു तोसे चरण एक एक मो जोनु जरी कहानी उरली प्यारी उरले लाफ्या ना भरी मितलो राहो मदि प्रभुवजी. ഇത് മറാത്തി ഭാഷയിലാണ്. ഏത് ഗാനമാണ്, ഏത് ടൈപ്പ്? ദൈവദശ എന്ന നാമത്തിന്റെ മറാത്തി ഭാഷയിൽ ചൊല്ലിയതാ. അത് 12 ഭാഷയിൽ ചൊല്ലിയ ലോക റെക്കോർഡ് മേടിച്ച ഒരാളാണ്. ആണല്ലേ? അപ്പോൾ ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. VMTV ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേ? ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ആശ്രയ സമ്മാന പെരുമഴയുടെ മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? 1ാം സമ്മാനം തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 3 സെന്റ് വീതം. 2ാം സമ്മാനം തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് 2 ആൻഡ്രോയിഡ് മൊബൈലുകൾ. മാസം തോറുമുള്ള നറുക്കെടുപ്പിൽ 5 പേർക്ക് 3 സെന്റ് വീതം നൽകും എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത് ഏത് വസ്തുവാണ് നൽകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മണക്കാടിന് സമീപം ഹൈവേക്ക് 400 മീറ്റർ അകലെയാണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത്. തികച്ചും വാഹന സൗകര്യമുള്ള വസ്തുവാണിത്. ഈ 1ാം സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്ന 3 സെന്റ് വെച്ച് 5 പേർക്ക് ഞങ്ങൾ ഓരോ മാസവും 50 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി ഡിസംബർ 30-ാം തീയതി വരെ ഏകദേശം 5 മാസമുണ്ട്. 5 മാസമാകുമ്പോൾ 250 പേരെയാണ് ഞങ്ങൾ ഈ ഒരു 3 സെന്റ് വെച്ച് ലഭിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ 250 പേരിൽ നിന്നാണ് മഹാഭാഗ്യശാലികളായ 5 പേർക്കാണ് ഈ ആരെയും അതിശയിപ്പിക്കുന്ന ഈ ഒരു വസ്തു നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഈ വസ്തു നിങ്ങൾക്ക് ലഭിക്കുന്നു. 1ാം സമ്മാനമായി 10 പേരെ കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനങ്ങളാണ്. അതിൽ ആദ്യത്തെ ടോക്കന് ഒരു താവൂക്ക് കമ്പനിയും മറ്റ് 9 ടോക്കണുകൾക്കും 9 വീടുകളുമാണ് കാത്തിരിക്കുന്നത്. 2ാം സമ്മാനം 13 പേർക്ക്. അതിൽ ഒരാൾക്ക് 10 സെന്റ് വീതവും ബാക്കി 12 പേർക്ക് 5 സെന്റ് വീതവും. ഏവരുടെയും സ്വപ്നവാഹനമായ താർ കാറാണ് 3ാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 4ാം സമ്മാനമായി തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഡിയോ സ്കൂട്ടർ. 5ാം സമ്മാനമായി 25 പേർക്ക് 1 ഗ്രാം ഗോൾഡ് കോയിൻ തുടങ്ങിയ ഹോം അപ്ലയൻസസ്. തീർന്നില്ല. ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് 3 സെന്റ് ഉണ്ട് സമ്മാനമായിട്ട്. അതുകൊണ്ട് VMTV ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയും ചെയ്യുക. ഒപ്പം ഫേസ്ബുക്ക് പേജും. മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഇത് VMTV ന്യൂസിന്റെ വാക്കാണ്. അപ്പൊ എങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യുകയല്ലേ? മാസം തോറുമുള്ള നറുക്കെടുപ്പിന്റെ സമ്മാനങ്ങളിൽ മാത്രമല്ല മാറ്റം വരുത്തിയിട്ടുള്ളത്, കൂപ്പണിലും മാറ്റമുണ്ട്. ഇനി മുതൽ മെഗാ നറുക്കെടുപ്പ് വരെ 1000 രൂപയ്ക്ക് മാത്രമേ കൂപ്പൺ ലഭിക്കുകയുള്ളൂ. 1000 രൂപയ്ക്ക് കൂപ്പൺ 5 ടോക്കനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാരും ടോക്കൺ എടുക്കല്ലേ? 1000 രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ബമ്പർ സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും 1000 രൂപയിലൂടെ സമ്മാനം ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാവുന്ന അവസരം ഒരുക്കിക്കൊണ്ടാണ് VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ടോക്കൺ എടുക്കല്ലേ? ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു. എന്താണ്? ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു. സ്വപ്നമല്ല ചേച്ചി, അടുത്ത പറയും. ഒരു പ്രാവശ്യം ഉണ്ട്, ഉണരുമ്പോഴും വിശപ്പല്ലോ. അയ്യോ, ഇത് വിശപ്പിന്റെ ആളാണെന്നോ. ഉറക്കത്തിലും വിശപ്പുണ്ട്, ഉണരുമ്പോഴും വിശപ്പുണ്ട്. രാത്രി 2 മണിക്കൊക്കെ എണീച്ച് കഴിക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. എന്താണ്? ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു. എന്താണ്?
കണ്ണ് തുറക്കുന്നു. ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ആൻസർ. ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു. എന്താണ്? കണ്ണ് തുറക്കുന്നതല്ല, ഉറക്കാകുമ്പോഴത്തേക്ക് കണ്ണടയ്ക്കും. കണ്ണടയ്ക്കുന്നതല്ല, ഒരു പ്രാവശ്യം ഉറക്കത്തിലും വരും. ഈ ഒരു സംഭവം ഉണരുമ്പോഴും വരും. എന്താണ്? കോട്ടുവായല്ല. പക്ഷെ കോട്ടുവായ കറക്റ്റ് ആൻസർ ആണ്. ഇതൊരു ലെറ്റർ ആണ്, ഒരക്ഷരമാണ്. ക്യൂ അല്ല, യു അല്ല, ഊ കറക്റ്റ് ആൻസർ ആണ്. ഉറക്കത്തിലും ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, വരുമ്പോഴും ഒരു പ്രാവശ്യം ഉണ്ടല്ലോ. കുസൃതി ചോദ്യമല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റൂ. എന്താണ് ചേച്ചിയുടെ പേര്? പ്രിയ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി പ്രിയ ചേച്ചിയാണ്. ചേച്ചി 10 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിജയിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.